ഭിന്നശേഷിക്കാരായ സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞ കുറേ അധികം മാതാപിതാക്കളുണ്ട് കേരളത്തിൽ. പക്ഷെ അതിൽ അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റാത്തൊരു കാരണമുണ്ട്. അതായത് ഈ മാതാപിതാക്കളൊന്നും തന്നെ സ്വന്തം മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഇത് ചെയ്തു പോയത്, പകരം അവരെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ്. അതായത് അവരെല്ലാ ദിവസവും അലട്ടിയിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു: തങ്ങളുടെ കാലശേഷം ഈ പൊന്നു മക്കൾ ആരാണ് നോക്കുക? അവർ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോവോ? ഈ ഒരു ഭീകരമായ ചോദ്യമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ ഓരോരുത്തരെയും എത്തിച്ചത്. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു ചോദ്യം ഓർത്ത് കേരളത്തിൽ ഒരു മാതാപിതാവും തന്നെ കരയേണ്ടി വരില്ല, ആ ഒരു ചോദ്യത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല. അതായത് ശേഷിയിൽ ഭിന്നരായ ആളുകളെ, അവരിപ്പോ ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ മാതാപിതാക്കൾ ഇല്ലാതായി പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി തണലും WMOയും ചേർന്ന് കേരളത്തിൽ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നിങ്ങൾ ഈ ലോകത്ത് ഇല്ലാതായി പോകുന്ന ഒരു കാലം ഓർത്ത് നിങ്ങളുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിനി ജീവിക്കണ്ട. നിങ്ങളുടെ മക്കൾ സുരക്ഷിതരായിരിക്കും, സ്നേഹിക്കപ്പെടും, പരിചരിക്കപ്പെടും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം വന്നു പോയാൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. കേരളത്തിൽ ഭിന്നശേഷിക്കാരായ മക്കളുള്ള എല്ലാ മാതാപിതാക്കളിലേക്കും ഇത് എത്തണം. ഇതവർക്ക് അത്രത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യും. നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഓണത്തിന് നാടണയാനാകുമോ? തീരാതെ യാത്രാ ദുരിതം. ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കാം. ഇൻസ്റ്റ അക്കൗണ്ട് പൂട്ടിച്ചതിൽ പ്രതിഷേധിച്ചു കുട്ടികൾ. കേന്ദ്രം വാക്കുപാലിച്ചില്ല, വീണ്ടും സമരത്തിനൊരുങ്ങി CJP. വാഹന മോഡിഫിക്കേഷൻ സ്വപ്നം മാത്രം, സതീശന്റെ വാക്ക് വിശ്വസിച്ചവർ വെട്ടിൽ. സർക്കാർ സ്കൂളുകളിലെ ശോചനീയാവസ്ഥ തുറന്നുകാട്ടി അഭിജിത്ത് ദീപക്കെതിരെ കേസ്. റെക്കോർഡുകൾ ഭേദിച്ച് ഗുരുവായൂർ കല്യാണമേളം. ഇന്ന് നടന്നത് 444 വിവാഹങ്ങൾ. BJP വിട്ട നടൻ ദേവൻ TVKയിലേക്ക്. പാർട്ടി കേരള അധ്യക്ഷനായിരിക്കും. വിഷമഴ പെയ്ച്ച എൻഡോസൾഫാൻ ചോദ്യങ്ങളുമായി വീണ്ടും അഭയം അരങ്ങിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഓണത്തിന് നാടണയാനാകുമോ? തീരാതെ യാത്രാ ദുരിതം. ഓണാഘോഷ തിരക്കുകളിൽ തകൃതിയായി നടക്കുമ്പോഴും നാട്ടിലെത്താൻ വഴിയില്ലാതെ നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. ഓണത്തിരക്കിനോടനുബന്ധിച്ച് ആഴ്ചകൾക്ക് മുൻപ് ആരംഭിച്ച യാത്രാ ദുരിതം ഇപ്പോഴും തുടരുന്നു. ട്രെയിനുകളിലും ബസ്സുകളിലും വിമാനങ്ങളിലും ടിക്കറ്റുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ മലയാളികളെയും പ്രവാസികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഓണത്തിന് ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ നാട്ടിലെത്താൻ പലർക്കും കഴിഞ്ഞില്ല. ഓണത്തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിട്ടും കാര്യമുണ്ടായില്ല. അനുവദിച്ച ട്രെയിനുകളേക്കാൾ ഇരട്ടിയിലധികം യാത്രക്കാരാണ് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാതെ വലയുന്നത്. സ്പെഷ്യൽ സർവീസ് കൊണ്ട് കാര്യമില്ല. ദീർഘദൂര യാത്രക്കായി ദുരിത ഭാഗിക്കും പേരും തിരഞ്ഞെടുക്കുന്നത് ട്രെയിനുകളാണ്. യാത്രാക്ലേശം, ചെലവ് കുറവ് തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാനമായും ട്രെയിൻ തിരഞ്ഞെടുക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഓണക്കാലത്ത് ട്രെയിനുകളിൽ കയറിപ്പറ്റുക തന്നെ അസാധ്യമെന്ന അവസ്ഥയിലാണ്. ട്രെയിനുകളിലൊന്നും ടിക്കറ്റ് കിട്ടാനില്ല. നിമിഷ നേരത്തിനുള്ളിലാണ് തൽക്കാൽ ടിക്കറ്റുകൾ കാലിയാകുന്നത്. കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന പ്രധാന എക്സ്പ്രസ് ട്രെയിനുകളിലെല്ലാം, പ്രത്യേകിച്ച് ബംഗളൂരു, ചെന്നൈ, മുംബൈ റൂട്ടുകളിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ റിസർവേഷൻ പൂർത്തിയായി. നിലവിൽ എല്ലാ ക്ലാസുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് 100 കടന്നിരിക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളിൽ സ്ലീപ്പർ ടിക്കറ്റുകൾ ഒന്നുപോലും ബാക്കിയില്ല. ഓണനിരക്ക് പരിഗണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലും സീറ്റുകൾ ലഭ്യമല്ല. പലയിടത്തും ജനറൽ കോച്ചുകളിൽ കയറാൻ പോലും വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത്. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമാണ് ടിക്കറ്റിന് ഈടാക്കുന്നത്. സൗജന്യ യാത്രാ പദ്ധതിയുടെ നഷ്ടം നികത്താൻ KSRTCക്ക് സർക്കാർ കൃത്യമായ ധനസഹായം നൽകാത്തതോടെ പല ബസ്സുകളും പുറത്തിറക്കാനും കഴിയുന്നില്ല. വിമാനത്തിലും കൊള്ളലാഭം. പ്രവാസി മലയാളികൾക്കും സമാന അവസ്ഥയാണ്. ഓണമായതോടെ പല വിമാന കമ്പനികളും യാത്രാ നിരക്ക് 5 ഇരട്ടിയായാണ് വർദ്ധിപ്പിച്ചത്. സാധാരണ ദിവസങ്ങളിൽ 8,000 മുതൽ 20,000 രൂപ വരെ ഈടാക്കിയിരുന്ന ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റുകൾക്ക് നിലവിൽ 40,000 മുതൽ 60,000 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ബിസിനസ് ക്ലാസ് നിരക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഉദാഹരണത്തിന് കൊച്ചി, അബുദാബി, ഇൻഡിഗോ വിമാന ടിക്കറ്റിന് നിലവിൽ 34,337 രൂപയാണ്. കുടുംബമായി നാട്ടിലെത്താൻ ലക്ഷങ്ങളാണ് കണ്ടെത്തേണ്ടി വരിക. യാത്രാ പ്രതിസന്ധിയിൽ ജനം നട്ടം തിരിയുമ്പോഴും പ്രശ്നപരിഹാരത്തിനായി സർക്കാർ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല. വാഹന മോഡിഫിക്കേഷൻ സ്വപ്നം മാത്രം, സതീശന്റെ വാക്ക് വിശ്വസിച്ചവർ വെട്ടിൽ.
യുവാക്കൾക്ക് വാഹന മോഡിഫിക്കേഷൻ ആവാമെന്ന VD സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനത്തിൽ വിശ്വസിച്ചവർക്ക് പണി വരുന്നു. വാഹനത്തിൽ രൂപമാറ്റം വരുത്തുക എന്നത് നിയമപരമായി ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. വാഹന മോഡിഫിക്കേഷന് കേന്ദ്ര നിയമപ്രകാരം അനുമതിയില്ലെന്ന നിയമങ്ങളെല്ലാം മറികടന്നായിരുന്നു VD സതീശന്റെ പ്രഖ്യാപനം. വാഹന മോഡിഫിക്കേഷൻ സംസ്ഥാന സർക്കാരിന് അനുമതിയില്ലെന്ന കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവോടുകൂടി VD സതീശന്റെ വാക്കുകളിൽ വീഴുകയും വാഹനത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്തവർ തീർന്നു വെട്ടിലായി. രാജ്യത്തെ നിയമം വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി നിയമലംഘനങ്ങൾക്ക് നേരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച കോടതി ഒരു വാഹനത്തിന് ഒന്നിലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഓരോ നിയമലംഘനത്തിനും 5000 രൂപ വീതം പിഴ ചുമത്തണമെന്നും വ്യക്തമാക്കിയിരുന്നു. വീതിയേറിയ ടയറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അതിതീവ്ര വെളിച്ചമുള്ള LED ലൈറ്റുകളും കളർ ലൈറ്റുകളും അനുവദിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. അമിത ശബ്ദവും തീയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പുകകളുകളും അപകട സാധ്യത സൃഷ്ടിക്കുന്നതിനാൽ കർശനമായി നിയന്ത്രിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വാഹനത്തിന് 5000 രൂപ മാത്രം പിഴ ചുമത്തിയെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു പിഴ കടുപ്പിക്കണമെന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതിയുടെ ഇടപെടൽ വോട്ട് നേടാൻ സതീശൻ നടത്തിയ നുണപ്രചരണം മാത്രമായിരുന്നെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. യുവാക്കളെയും വാഹനോടമകളെയും പരസ്യമായി വഞ്ചിക്കുകയാണ് സതീശൻ സർക്കാർ. ഞങ്ങൾ പേടിച്ചുപോയെന്ന് പറഞ്ഞേക്കൂ, ഇൻസ്റ്റാ അക്കൗണ്ട് പൂട്ടിച്ചതിൽ പ്രതിഷേധിച്ച കുട്ടികൾ. വൈറൽ വീഡിയോക്ക് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെറ്റ അക്കൗണ്ട് പൂട്ടിച്ചതിൽ പ്രതിഷേധിച്ച് ബാലസംഘം കുട്ടികൾ. മലപ്പുറം വെട്ടം പച്ചാട്ടിരി വില്ലേജ് കമ്മിറ്റിയിലെ ഹെൽത്ത് സെന്റർ യൂണിറ്റിലെ ബാലസംഘം പ്രവർത്തകരുടെ ഇൻസ്റ്റാ അക്കൗണ്ടാണ് കഴിഞ്ഞ ദിവസം മെറ്റ പൂട്ടിയത്. കുട്ടി സഖാവ് എന്ന അക്കൗണ്ടിലൂടെ ബാലസംഘം പ്രവർത്തകനായ മുഹമ്മദ് സെയിൻ സമാൻ പങ്കുവച്ച വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലാകുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ കമന്റ് ഇടുകയും ചെയ്തതിന് പിന്നാലെയാണ് മെറ്റ അക്കൗണ്ട് നീക്കം ചെയ്തത്. പ്രത്യേകിച്ച് യാതൊരു കാരണവും ചൂണ്ടിക്കാട്ടാതെയായിരുന്നു നടപടി. മെറ്റയുടെ നടപടിയിൽ ബാലസംഘം പാച്ചാട്ടിരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഞങ്ങൾ പേടിച്ചുപോയെന്ന് പറഞ്ഞേക്കും, അക്കൗണ്ട് പൊട്ടിച്ച പൂക്കികളോട് എന്ന പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഹെൽത്ത് സെന്റർ യൂണിറ്റിലെ മുഹമ്മദ് സെയിൻ സമാൻ ഉൾപ്പെടെ 100ഓളം കുട്ടികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. വില്ലേജ് സെക്രട്ടറി അഷ്ലിൽ, പ്രസിഡന്റ് ദേവിക എന്നിവർ നേതൃത്വം നൽകി. വില്ലേജ് കോർഡിനേറ്റർ ശ്രീലക്ഷ്മി, ഏരിയ കോർഡിനേറ്റർ അനിൽകുമാർ, CPM ലോക്കൽ സെക്രട്ടറി സുലൈമാൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ME വൃന്ദ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ, ബഷീർ കൊടക്കാട് തുടങ്ങിയവർ പ്രതിഷേധത്തിന് പിന്തുണ നൽകി. മെറ്റയുടെ നടപടിക്ക് പിന്നാലെ സെയിൻ സമാന്റേതായി സഖാവ് സാനു എന്ന പേരിൽ പുതിയ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 61,000 അധികം ഫോളോവേഴ്സ് നിലവിൽ പുതിയ അക്കൗണ്ടിലുണ്ട്. പഴയ അക്കൗണ്ട് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ തുടരുകയാണെന്ന് സെയിൻ സമാന്റെ രക്ഷിതാക്കൾ അറിയിച്ചു. ആദ്യ ദിവസം ആട്ടം കലാസമിതി, തേക്കൻകാട് ബാൻഡ് മ്യൂസിക്കൽ ഫ്യൂഷൻ. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന ജില്ലാതല ഓണം വാരാഘോഷം നാളെ മുതൽ 30 വരെ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുമെന്ന് TO മോഹനൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലയും സംഗീതവും വിനോദവും പാരമ്പര്യവും ഒത്തുചേരുന്ന ഈ ആഘോഷവേദിയിൽ കുടുംബസമേതം ആസ്വദിക്കാൻ ഉതകുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 6:30 മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കും. ഓരോ ദിവസവും ഒരു മെഗാ കലാപരിപാടിയും അതോടൊപ്പം മികച്ച പ്രാദേശിക കലാപരിപാടികളും അവതരിപ്പിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3:30 തിരുവാതിരക്കളി മത്സരം ആരംഭിക്കും. 5 മണിക്ക് കേരള മഹിളാ സമാഖ്യയുടെ ആഭിമുഖ്യത്തിൽ ഗോത്ര കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ. 6:30 ഉദ്ഘാടന സമ്മേളനം. 7 മണിക്ക് മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ്, ആട്ടം കലാസമിതി തെക്കൻകാട് ബാൻഡിന്റെ പരിപാടി. ഓഗസ്റ്റ് 30 സമാപന സമ്മേളനത്തിൽ വൈകുന്നേരം 5 മണിക്ക് പ്രാദേശിക പരിപാടി ആരംഭിക്കും. 6 മണിക്ക് ചാക്യാർകൂത്ത്, 7 മണിക്ക് സമാപന സമ്മേളനം, 8 മണിക്ക് മ്യൂസിക്കൽ നൈറ്റ്. എല്ലാ ദിവസവും കലാപരിപാടികൾ അരങ്ങേറും. ഇതിനു പുറമെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ സർക്കാർ പൊതുമേഖലാ ഓഫീസുകൾക്കിടയിൽ പൂക്കള മത്സരം, കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രാർച്ചന മത്സരം, മലാഞ്ചിടിയൽ മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ DTP സെക്രട്ടറി DV പ്രഭാത്, കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ റിജുൽ മോക്കറ്റി, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സർക്കാർ സ്കൂളുകളിലെ ശോചനീയാവസ്ഥ തുറന്നുകാട്ടി അഭിജിത്ത് ദീപക്കെതിരെ കേസ്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തു. സർക്കാർ സ്കൂളുകളിലെ ശോചനീയാവസ്ഥ പുറത്തെത്തിക്കാൻ CJPയുടെ നേതൃത്വത്തിൽ CJPയുടെ സ്കൂൾ ടിക് കരോ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സർക്കാർ സ്കൂളിലെ ദയനീയാവസ്ഥ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് അഭിജിത്തിനെതിരെ പോലീസ് കേസെടുത്തത്. സർക്കാർ സ്കൂളിലെ അധ്യാപകൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. സർക്കാർ സ്കൂളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അഭിജിത്തിനെ കൂടാതെ
അജിൻക്യ ഷിൻഡെ, പേരറിയാത്ത 3-4 പേർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സർക്കാർ ജില്ലാ പരിഷത്ത് സ്കൂളിൽ അതിക്രമിച്ചു കയറിയെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നും സ്കൂൾ ജീവനക്കാരെ ചോദ്യം ചെയ്തുവെന്നും ആരോപിച്ചാണ് കേസ്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളായ 329, 351, 356, 3 എന്നിവ ചുമത്തിയാണ് CJP നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്കൂൾ ടിക്കരാവോ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അഭിജിത്ത് ദീപക് കെ മഹാരാഷ്ട്രയിലെ സർക്കാർ സ്കൂൾ സന്ദർശിച്ചത്. ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ തുറന്നുകാട്ടുന്ന CJP ക്യാമ്പയിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. റെക്കോർഡുകൾ ഭേദിച്ച് ഗുരുവായൂരിൽ കല്യാണമേളം. ഇന്ന് നടന്ന 444 വിവാഹങ്ങൾ. 2024 സെപ്റ്റംബർ 8 റെക്കോർഡ് തകർത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണമേളം. 444 വിവാഹങ്ങളാണ് ഇന്ന് നടന്നത്. 2024 344 വിവാഹങ്ങൾ എന്ന റെക്കോർഡാണ് ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച പൊട്ടിച്ചത്. വിപുലമായ സൗകര്യങ്ങളാണ് വിവാഹത്തിനായി ഗുരുവായൂരിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രാദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പുലർച്ചെ നടന്ന ആദ്യ വിവാഹം കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹന്റെയും കുമാർ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദ് രാജിന്റെയുമായിരുന്നു. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും ഒരേ സമയത്ത് വിവാഹങ്ങൾ നടന്നു. 6 മണ്ഡപങ്ങളാണ് വിവാഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്. വെളുപ്പിന് 4 മണി മുതൽ താലികെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. അനിയന്ത്രിതമായ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ കൊയ്മമാരെ നിയോഗിച്ചു. വരനും വധുവും അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേർ മാത്രമായിരുന്നു പ്രവേശനം. താലികെട്ട് നടക്കുമ്പോൾ വരനും വധുവിനുമൊപ്പം 2 പേരുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായി 5-6 പേർക്ക് കതിർമണ്ഡപത്തിലേക്കു കയറാനും അനുമതിയുണ്ട്. വിഷമഴ പെയ്ച്ച എൻഡോസൾഫാൻ ചോദ്യങ്ങളുമായി വീണ്ടും അഭയമരങ്ങിൽ. വിഷമഴ പെയ്തൊഴിഞ്ഞ മണ്ണിൽ വീണ്ടും ചോദ്യങ്ങളുമായി അവരെത്തുന്നു. ഒരു നാടിന്റെ മണ്ണിലും മനസ്സിലും കാലം പതിപ്പിച്ച മായാത്ത മുറിവായിരുന്നു നവീനമായ നാടകവേദിയുടെ അഭയം. നാടകത്തിലൂടെ വേദിയിൽ ഇത് വരച്ചു കാട്ടുകയായിരുന്നു. ഉത്തര കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കശുമാവ് തോട്ടത്തിൽ മാരക വിഷം പേയിപ്പിച്ച എൻഡോസൾഫാൻ കീടനാശിനി ഒരു മഹായുദ്ധത്തിലെന്ന പോലെ അവശേഷിപ്പിച്ച അംഗഭംഗത്താൻ വികലമായ മനുഷ്യജന്മങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച എൻഡോസൾഫാൻ അർബുദ അതിജീവിതമായ അഭിനേത്രി വത്സനാരായണനും മകൻ നവജിത്തും വത്സലയുടെ ജീവിത പങ്കാളി നാരായണനും ചേർന്നാണ് നാടകം അവതരിപ്പിച്ചത്. കീടനാശിനി വിഷബാധയിൽ മനസ്സും ശരീരവും തകർന്ന മകന്റെ ഭ്രാന്തമായ മനസ്സ് അക്രമാസക്തമായി തീരുന്ന വേളയിൽ സ്വന്തം മാനവും ജീവനും സംരക്ഷിക്കാൻ അമ്മ നടത്തുന്ന ചെറുത്തുനിൽപ്പിന്റെ പിടിച്ചിലാണ് നാടകത്തെ ഒടുക്കം വരെ ഉദ്വിഗ്നമായ മുഹൂർത്തങ്ങളിലേക്ക് എത്തിക്കുന്നത്. ത്രാസകമായ നിമിഷങ്ങളുടെ സംഘർഷം മനുഷ്യത്വമുള്ളവരുടെ മുഴുവൻ മനസ്സുകളെയും ഉടനീളം വരിഞ്ഞു മുറുക്കുന്നു. എൻഡോസൾഫാൻ ഇരയായ മകനായി നവജിത്ത് അക്ഷരാർത്ഥത്തിൽ സദസ്സിനെ നടുക്കിക്കളഞ്ഞു. അനിൽ നടക്കാവ് രചനയും സംവിധാനവും നിർവഹിച്ച അഭയം നാടകത്തിന് 1 മണിക്കൂറാണ് അവതരണ ദൈർഘ്യം. കേരളത്തിനകത്തും പുറത്തും അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് തയ്യാറാക്കി ഈ നാടകത്തിന്റെ വേദിയൊരുക്കുക എന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള ഐക്യദാർഢ്യം കൂടിയായിരിക്കും. ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന നാടകം കരിവളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. VV ശ്രീനിവാസൻ അഭിമുഖം നടത്തി. ആമുഖ പ്രഭാഷണം നടത്തി. MK മനോഹരൻ, രജിത മധു, ബിജു നീട്ടാവലൂർ, രവി ഏടോം തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര പുസ്തകോത്സവം നാളെ തുടങ്ങും. APJ അബ്ദുൽ കലാം ലൈബ്രറി ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ചലച്ചിത്ര പുസ്തകോത്സവം തിങ്കളാഴ്ച തുടങ്ങും. ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിന്റെ സഹനത്തോടെ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം വൈകിട്ട് 4-ന് ആരംഭിക്കും. ചലച്ചിത്ര മേഖലയിൽ ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങൾ ലഭ്യമാണ്. പാട്ടിന്റെ പാലരുവി, മൗനപ്രാർത്ഥന പോലെ, സിനിമയുടെ വേനലും മഴയും, TR റസാഖ്, നവോദയ അപ്പച്ചൻ, കുഞ്ചാക്കോ, അടൂരിന്റെ ചലച്ചിത്ര യാത്രകൾ തുടങ്ങി വിവിധ പുസ്തകങ്ങൾ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും. മറ്റ് പ്രസാധകരുടെ പുസ്തകങ്ങൾ ലഭ്യമാകും. ചലച്ചിത്ര പ്രേമികൾക്കും ചലച്ചിത്ര പഠനം നടത്തുന്നവർക്കും അത്യാവശ്യമായ പുസ്തകങ്ങളാണ് മേളയിൽ ലഭ്യമാകുക. കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പുകാവ് റോഡിലെ APJ ലൈബ്രറി ഹാളിലാണ് പ്രദർശനം. 31 വരെ പ്രദർശനം തുടരും. രാവിലെ 10 മുതൽ രാത്രി 7 വരെയാണ് പ്രദർശനം. കേന്ദ്രം വാക്കുപാലിച്ചില്ല. വീണ്ടും സമരത്തിനൊരുങ്ങി CJP. ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി
കേന്ദ്രത്തിന്റെ ജനവഞ്ചനയ്ക്കെതിരെ രണ്ടാം ഘട്ട സമരത്തിലൊരുങ്ങുന്നതായി CJP. തിങ്കളാഴ്ച ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരും. യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. കേന്ദ്രം വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറുന്ന രാജ്യത്ത് യുവാക്കളോടുള്ള വഞ്ചനയാണെന്ന് CJP ചൂണ്ടിക്കാട്ടുന്നു. ജൂലൈ 25 സമരം പിൻവലിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ല. പ്രതിഷേധക്കാർക്കെതിരെയുള്ള FIR പട്ടിക സമർപ്പിക്കാൻ സുപ്രീം കോടതി 3 തവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നൽകിയില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടൊപ്പം പ്രതിഷേധക്കാർക്ക് നേരിടുത്ത കേസുകൾ പിൻവലിക്കുക, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകുക എന്നീ ആവശ്യങ്ങളും സമരം അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നു. ഒരു തലമുറയെ മുഴുവൻ അപമാനിക്കാൻ സർക്കാരിനെ അനുവദിക്കില്ലെന്നും CJP പ്രസ്താവനയിൽ പറഞ്ഞു. BJP വിട്ട നടൻ ദേവൻ TVKയിൽ പാർട്ടി കേരള അധ്യക്ഷനായേക്കും. BJPയിൽ നിന്ന് രാജിവെച്ച നടൻ ദേവൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ TVKയിൽ ചേരുന്നു. ദേവനും TVK നേതാക്കളുമായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. നടി പ്രിയങ്കയ്ക്ക് ഒപ്പമാണ് TVKയുടെ 2 നേതാക്കൾ ദേവന്റെ ചാലക്കുടിയിലെ വീട്ടിലെത്തി കണ്ടത്. വിജയുമായി കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും. സെപ്റ്റംബർ 10 ശേഷമായിരിക്കും കൂടിക്കാഴ്ച ഉണ്ടാവുകയെന്നും ചർച്ച ശേഷം വലിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ദേവൻ അറിയിച്ചു. വിജയുമായുള്ള കൂടിക്കാഴ്ച ശേഷമാകും അന്തിമ തീരുമാനമാകും ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക. കേരളത്തിലെ TVKയുടെ അധ്യക്ഷനായേക്കുമെന്നാണ് വിവരം. പാർട്ടിയിലേക്കുള്ള ദേവന്റെ വരവ് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് TVK നേതൃത്വം. ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ.